ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തലമുടിയിൽ കെട്ടി കാർ വലിക്കുന്ന ഒരു സീനാണ്. പുള്ളിക്കാരനോട് പറഞ്ഞ് നമുക്ക് പുറകിൽ നിന്നൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ടെക്നിക്ക് ഉണ്ടല്ലോ, ശരിക്കും കാറ് വെച്ച് പുറകിൽ തള്ളി കൊടുക്കാമെന്ന്. പുള്ളി പറഞ്ഞു അത് വേണ്ട, ഞാനത് തലമുടിയെ കെട്ടി തന്നെ വലിച്ചോളാം. ആ മനുഷ്യൻ്റെ തലയിൽ അത് കെട്ടിയിട്ട് ഈ കാറ് പുള്ളി വലിച്ചോണ്ട് അതൊക്കെ ഒരു ഭയങ്കര ത്രില്ലാണ് പുള്ളിക്ക്. അപ്പോൾ ഇതിനകത്ത് കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് സൈഡ് ഈ പുള്ളി വലിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ട്രോളി ഇടുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ട്രോളിക്കാരൻ തെറ്റിക്കരുത്, ഇദ്ദേഹത്തിൻ്റെ കറക്റ്റ് ആ സമയം പറഞ്ഞ പോലെ അത് തെറ്റിച്ചു. ഇങ്ങനെ എന്താ ഈ പറയുന്നത്? ഇങ്ങർക്ക് തന്നെ ഒരു ധാരണയില്ല. ഒരു കാറിനെ ഒരാളുടെ തലമുടി കെട്ടി, ഈ സിനിമ വിഷ്ണു ലോകമാണെന്ന് തോന്നുന്നു. ഈ സിനിമയ്ക്ക് അത് ലാലേട്ടൻ ഇങ്ങനൊരു സീനുണ്ട്, ഓക്കെ ശരി. പക്ഷേ അതിനകത്ത് തലമുടിയെ കെട്ടി ഒരു കാർ വലിക്കാൻ പറ്റുമോ? ഇതെന്താ വല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡിലും കയറാൻ വേണ്ടിയുള്ള ആരെങ്കിലും എന്തെങ്കിലും സാഹസിക പ്രവർത്തനം ചെയ്യുന്നു? ഒരു സിനിമയ്ക്കകത്ത് ഒരു ഷൂട്ടിംഗ് രംഗമല്ലേ അത്? അതിനകത്തൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം മൂലം അത് ചെയ്തെന്നോ അല്ലെങ്കിൽ വലിക്കുന്ന സമയത്ത് കാറിൻ്റെ പുറകിൽ നിന്ന് വേറൊരാൾ തള്ളിക്കൊടുത്തു എന്ന് പറയുന്നതോ യന്ത്ര സഹായം വെച്ച് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഇത്ര എന്തിനാ നാണക്കേട്? ഈ മാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ പരിഹസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? എനിക്കിത് കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ഇങ്ങനത്തെ പൊങ്ങൻ വർത്തമാനങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കേണ്ടത്? ആളുകൾ എന്നാ മണ്ടന്മാരാണോ? അത്ര മണ്ടന്മാർ? അങ്ങനെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കാണും. പക്ഷേ അവരെ ഇങ്ങനെ മണ്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പുകഴ്ത്തൽ കേട്ട് വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ പുകഴ്ത്തൽ കേട്ടിട്ടായിരിക്കും മേ ബി ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള സിനിമ ഇങ്ങനെയുള്ള നമുക്ക് ഈയിടെയും കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ അല്ലേ, വൃഷഭ പോലുള്ള അങ്ങനെയുള്ള സിനിമകളിലൊക്കെ പോയി തലവെക്കുന്ന മേ ബി ഇങ്ങനെയുള്ള പ്രശംസ പാർട്ടികളുടെ ഓവറായിട്ടുള്ള പ്രശംസകൾ കാരണമായിരിക്കും.